ഇനി കുറച്ച് ദിവസം മുന്നെയാണ് ഈ ബംഗളൂരുവിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത്. ഇപ്പോഴും ആ സ്ഥിതി അങ്ങനെ തുടരുകയാണ് എന്ന് മാത്രമല്ല അതിരൂക്ഷമാണ്. പാർപ്പിട സമുച്ചയങ്ങളിലൊക്കെ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്ന കാര്യങ്ങളിലേക്ക് കടക്കേണ്ട ഗതികേടാണ് ബംഗളൂരുവിലുള്ളവർ. അതായത് ആവശ്യ കാര്യങ്ങൾക്കായി ഷോപ്പിംഗ് മാളുകളിലെ ശുചിമുറിയിലേക്ക് പോകേണ്ട ഗതികേടാണ് അവിടെയുള്ളവർക്ക്. വീടുകളിൽ നിന്ന് എല്ലാവരും മാളുകളിലേക്ക് ഓടുകയാണ്. എന്ത് കഷ്ടമാണല്ലേ. കെ ബി ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധരൻ, ഇത് മുമ്പ് സംസാരിച്ചപ്പോൾ അന്ന് ശ്രീധരന്റെ പിറന്നാളായിരുന്നു. അന്ന് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചു. കാരണം കുടിവെള്ളക്ഷാമം അത്രത്തോളം രൂക്ഷമാകുമെന്ന് ചിന്തിക്കാതെയായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു ഗതികേടെന്ന് തന്നെ പറയാം. ആ അവസ്ഥയിലേക്ക് പോവുകയാണല്ലേ. പൂജ, തീർച്ചയായിട്ടും സ്ഥിതി അതിരൂക്ഷമാണ്. അതായത് ബംഗളൂരു നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വല്ലാത്ത കുടിവെള്ളക്ഷാമം തന്നെയാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ കൗതുകമൊക്കെ തോന്നും. ആളുകൾക്ക് പ്രാഥമിക ആവശ്യത്തിന് വെള്ളമില്ലാത്ത അവസ്ഥ. ഏറ്റവും പ്രധാനം ഈ ബഹുനില പാർപ്പിട സമുച്ചയങ്ങളിലാണ് ഏറ്റവും പ്രശ്നമുള്ളത്. ചില അപ്പാർട്ട്മെൻറ്റുകൾ, ചില ഫ്ലാറ്റുകളിലൊക്കെ ഏതാണ്ട് 2000-ഓളം ഫ്ലാറ്റുകളുള്ള സമുച്ചയങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഒരു ആൾ പറഞ്ഞത് 45 മിനിറ്റ് പോലും ഒരു ദിവസം വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വരുമ്പോഴാണ് ഇങ്ങനെ തൊട്ടടുത്തുള്ള വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാളുകളിലേക്കൊക്കെ ആളുകൾ അവിടേക്ക് സന്ദർശിക്കാവുന്ന രീതിയിൽ അവിടെ പോയി പ്രാഥമിക ആവശ്യങ്ങൾ നടത്തി തിരിച്ചു വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ പലയിടത്തും ടിഷ്യൂ പേപ്പറുകൾ കിട്ടാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി, റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ചില അപ്പാർട്ട്മെൻറ്റുകൾ വലിയ കടുത്ത നിയന്ത്രണമാണ് കൊണ്ടുവരുന്നത്. അതായത് പാത്രങ്ങൾ, നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്ലേറ്റുകളും ഗ്ലാസുകളും നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നു. കറികൾ നനയ്ക്കുന്നതിനൊക്കെ നിയന്ത്രണം നേരത്തെ തന്നെ, കഴുകുന്നതിനൊക്കെ നേരത്തെ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. ചില അപ്പാർട്ട്മെൻറ്റുകൾ കുളിക്കരുത് എന്നുകൂടി പറയുന്ന അവസ്ഥയിലേക്ക് തെക്കൻ ബാംഗ്ലൂരിൻ്റെ, പ്രത്യേകിച്ച് കനക്പുര റോഡിലുള്ള ചില പാർപ്പിട സമുച്ചയങ്ങളൊക്കെ അങ്ങനെയുള്ള സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ശക്തമായി ഇടപെടുന്നതെന്ന് പറയുമ്പോൾ പോലും പലയിടത്തേക്കും വെള്ളം കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. ഈ കാവേരി പദ്ധതിയിൽ നിന്നൊക്കെയാണ് പ്രധാനമായും വെള്ളം വരുന്നത്. പക്ഷേ ആ വെള്ളം വരുന്നതിനെ വളരെ കുറച്ച് മാത്രമേ പല സ്ഥലത്തും എത്തുന്നുള്ളൂ എന്ന് ഉള്ളതാണ് ഏറ്റവും കഷ്ടമുള്ളൊരു കാര്യം. പല ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്, മലയാളികൾ ആയിട്ടുള്ള ആളുകളൊക്കെ വിളിക്കുന്നുണ്ട്. പലരും ഈ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ലിജോ ചീരൻ എന്നുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ബന്ധു വീട്ടിലേക്ക് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വീട്ടിലേക്കൊക്കെ പോയാണ് അത്യാവശ്യം കുളിക്കാനൊക്കെ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ IT ഉദ്യോഗസ്ഥർ ഒരുപാടുള്ള, മലയാളികൾ തന്നെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അവരെല്ലാം വർക്ക് ഫ്രം ഹോം വേണം എന്നാവശ്യപ്പെടുന്നു. രാവിലെ വെള്ളമില്ലാത്തത് കാരണം അവർക്ക് കൃത്യസമയത്തൊന്നും ഓഫീസിലെത്താൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു വളരെ സ്ഥിതി രൂക്ഷമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഓരോ ദിവസം പ്രതി വരുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അല്പസമയം മുൻപ് പറഞ്ഞത് 16,000-ഓളം കുഴൽക്കിണറുകൾ ബംഗളൂരു നഗരത്തിലുണ്ട്. അതിൽ 8,000-ഓളം, അതായത് പകുതിയോളം വറ്റി. അതുകൊണ്ട് തന്നെ സ്ഥിതി രൂക്ഷമാണ്. പരമാവധി ആളുകൾക്ക് ടാങ്കർ വഴി വെള്ളമെത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും ഇതിനിടയിൽ രാഷ്ട്രീയ കളികളും കാര്യമായി തന്നെ പുരോഗമിക്കുന്നു. ഈ കാവേരി നദിയിൽ നിന്ന് തമിഴ്നാടിന് ഈ സമയത്ത് വെള്ളം വിട്ടുകൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് എന്നുള്ളത് കൃത്യമായി ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ബംഗളൂരു നഗരത്തെ സംബന്ധിച്ച് കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്.